ഹലോ, നമസ്കാരം എല്ലാവർക്കും. റിച്ചൂസ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ നാട്ടിലെ വഴിക്കടവ് പഞ്ചായത്തിലെ 24-ാം വാർഡിലെ SSLC +2 പാസ്സായ മുഴുവൻ വിദ്യാർത്ഥിനികളും അവരാരൊക്കെയാണോ നല്ല മാർക്കോടുകൂടി പാസ്സായവർക്ക് ഇന്ന് ഞങ്ങളുടെ നിലമ്പൂരിൻ്റെ MLA ആയ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സാഹിബ് അവരെ അനുമോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു പരിപാടിയുടെ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് പാപ്പച്ചമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടന്നത്. അപ്പോൾ ഏതാനും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മുടെ റിച്ചൂസ് ചാനലിൻ്റെ പ്രേക്ഷകരെ കൂടെ കാണിക്കുന്നു. എല്ലാവരും അതിലോട്ട് കാണുക. നമ്മുടെ MLA ചുങ്കത്തറയിൽ നിന്ന് പോയിട്ടുണ്ട് ഉടനെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ MLA എത്തുന്നതിന് മുമ്പ് പാട്ട് പാടണമെന്ന് കേട്ടിരുന്നു. അതാണ് പാട്ട് പാടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ പാട്ടിനോട് ഉദ്ഘാടനം ഇല്ലേ? ആരോ പാട്ട് പാടുന്നവര് ഇല്ലേ? അതൊക്കെ ഒരു സ്കിറ്റിലാണ്. ആരുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാടാം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും നിങ്ങളുന്നതിലേക്കെത്താൻ നിങ്ങൾക്ക് സാധ്യമാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ MLA. നിങ്ങൾ അനുമോദിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് വിളിയോട് വിളിച്ചെന്നിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുമോദിക്കാൻ ധാരാളം തിരക്കുകൾക്കിടയിലെത്തിയ അദ്ദേഹത്തെ പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭരിക്കുന്നു. നമ്മുടെ UDFന്റെ കൺവീനറുടെ എത്തിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ ആളുകളൊക്കെ എൻ്റെ വാക്കുകൾ ഭരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സമയം ഒരുപാട് വൈകി ക്ഷമ ചോദിക്കുന്നു. 9 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. അപ്പൊ കുട്ടികളെല്ലാം കറക്റ്റ് 9 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ഷമ ചോദിക്കുകയാണ്. കാരണം ബാപ്പിയാക്കാന്റെ വീട്ടില് ഒരു 10-500 ആള് രാവിലെ വരും. ഇവരെയും മൈൻഡ് ചെയ്യാതെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ലല്ലോ. നമ്മുടെ നിലമ്പൂരിന്റെ ജനകീയ MLA അല്ലേ? ആ ഒരു ഡിലേയാണ് നമുക്ക് വന്നത്. എല്ലാ ആളുകളോടും സാഗരം ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ നിലമ്പൂരിന്റെ ജനകീയ MLA ആര്യാടൻ ഷൗക്കത്ത്, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടിക്കാക്ക നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ UDFന്റെ ചെയർമാൻ ഹമീദ് സാഹിബ്, അതുപോലെ ഏലിയാസേട്ടൻ, അസീസാക്ക, നമ്മളെ ചേച്ചി, അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഷമീർ അത്തിക്കായി, അതുപോലെ നിസാർ, നാസർ, മിസ്ഹബ് തുടങ്ങി ഈ നാട്ടിൽ ഒരുപാട് UDFന്റെ കളിച്ചിട്ട് ചെറുപ്പക്കാരുണ്ട്. എല്ലാവരും ഒരുപോലെ സഹായിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടിൽ നിന്ന് SSLC +2 തലങ്ങളിൽ ഉന്നത വിജയം നേടി നമ്മുടെ നാടിന്റെയൊക്കെ യശസ്സുവാനോട് ഉയർത്തിയ നമ്മുടെ നാടിന്റെ പ്രിയങ്കരികൾക്കുള്ള ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ SSLC +2 ഒക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പഴയതുപോലെയൊന്നും അങ്ങനെ വാരിക്കോരി പ്ലസ് കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികള് അവരുടെ കഠിനാധ്വാനം കൊണ്ട് രാത്രികളെ പകലുകളാക്കി അവർ നല്ലൊരു വിജയം സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവരെ പഠിപ്പിച്ച് അവരെ ഇതിലെത്തിച്ച അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അതുപോലെ അതിലേറെ സന്തോഷിക്കുന്ന അവരുടെ രക്ഷിതാക്കളിൽ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് നാട്ടുകാരായ ആളുകൾ ഒരു ആദരവ് നൽകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ MLAക്ക് വളരെയധികം തിരക്കുണ്ട്. എത്ര തിരക്കാണെങ്കിൽ നമ്മൾ ഈ ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു അതിന് തന്നെ സമയം കണ്ടെത്തി ഇവിടെ എത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിലമ്പൂരിന്റെ പ്രിയങ്കരനായ ബാഫിയൊക്കെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. വേദിയിലിരിക്കുന്ന ആധുനികരായ UDFിന്റെ നേതാക്കൾ, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ ഷിഹാബ്, ശ്രീ കുര്യൻചാരി അസീസ്, ഞങ്ങളുടെ എല്ലാ പ്രിയങ്കരനായ UDFിന്റെ നേതാവ് ശ്രീ MI ഹമീദ് ഖാൻ, ശ്രീ എലിയാസ്, ശ്രീമതി ജെസി, കുഞ്ഞാണിയാക്ക അടക്കം ഉള്ള UDFിന്റെ നേതാക്കന്മാരെ, ഇവിടെ SSLC +2 ഉന്നത വിജയം നേടിയിട്ടുള്ള എൻ്റെ മുൻപിലിരിക്കുന്ന മിടുക്കികളെ, മിടുക്കന്മാരെ, മാതാപിതാക്കൾ, ഇവിടെ ഷിയാബ് കുറേ പരിപാടികളുള്ള ദിവസമാണ്. പക്ഷേ ഷിയാബ് നിർബന്ധിച്ച് പറയുന്നു, നാരോക്കാവിൽ നിന്ന് ഒരു വിളി വന്നാൽ, തന്നിക്കടവിൽ നിന്നൊരു വിളി വന്നാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷം എനിക്ക് ലഭിച്ചത്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച 2 വാർഡുകാരാണ് 1ഉം 2ഉം വാർഡ്. അത്രമാത്രം വലിയ പിന്തുണ തന്നവരാണ്, വലിയ പിന്തുണ തന്നവരാണ്. ഇത്ര വലിയ പിന്തുണ തന്ന ഏകദേശം 2 വാർഡ് കൂടി ഏകദേശം 700ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം തന്നിരിക്കുന്നു. അത്രമാത്രം എന്നിൽ വിശ്വാസം അർപ്പിച്ച, അത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന നിങ്ങൾ വിളിക്കുമ്പോൾ ഏത് ചെറിയ പരിപാടിയാണെങ്കിലും ഞാൻ ഓടിയെത്തൽ എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. മാത്രമല്ല, ഈ മക്കളൊക്കെ ഇവരൊക്കെ ഒന്ന് ആദരിക്കുക എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ റിഫ നാസർ, സനമോൾ, സനമോൾ, സൻഹ ഫാത്തിമ, SLC സൻഹ ഫാത്തിമ. അതുപോലെ CBSEയിലെ ഉന്നത വിജയം നേടിയ അഷ്മി അഷറഫ് കാരാട്. അഷ്മി ഇവിടെ സ്ഥലത്തില്ല, അഷറഫ് വന്നിട്ടുണ്ട്, അഷ്മി പഠിക്കാൻ വേണ്ടി പോകാന്. അതുപോലെ CBSE തന്നെ ഉന്നത വിജയം നേടിയ സിനാനി, ഹന അസ്കർ 10ാം ക്ലാസ്, ഹന അസ്കർ. അടുത്ത +2 ആണ്. +2 ഫുൾ A+ കിട്ടിയ നിഷിത കെ. ഏഞ്ചൽ മരിയ ഇവിടെ എത്തിയിട്ടില്ല. ഷഹാന തസി, നിഹാല MI, നൈന മൈമൂൻ, റന ഫാത്തിമ +2. ഇനി നമ്മുടെ UDFിന്റെ ഭാഗത്തിന് വേണ്ടി നമ്മുടെ മെല്ലനെ ഷാളണിച്ച് സ്വീകരിക്കുകയാണ്. അതിനുവേണ്ടി നാസർ, അതുപോലെ മുസബ്, ഷമീറോടെയാണ് നിസാർ.